റബ്ബിൻ്റെ ദിക്റ് നീ ചൊല്ലണം, അതിലാണ് ഖൽബിന് ശാന്തി ലഭിക്കലും എന്നാണ്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നത്, റഅദ് എന്ന സൂറ തോതി നോക്കതിലുണ്ടിത്. ദിക്ർ എന്ന മേഘമിൽ നിന്നു ഖൽബിൽ തുള്ളികൾ ഇറ്റിറ്റു വേണം നീങ്ങുവാൻ സാഅത്തുകൾ. നരകത്തിനെ തൊട്ടെപ്പോഴും അത് കാക്കുമേ, ശൈത്വാന്റെ ഫിത്തിന കൊള്ള കോട്ടയുമാകുമേ. റൂഹിന്റെ സിഹത്തിനതേറ്റം നല്ലതാ എന്നുള്ളതും നീ റാസിയിൽ കാണുന്നതാ. രസമുള്ള കുടിനീരാമുഹിബ്ബീങ്ങൾക്കത് മുത്തവക്കിലീങ്ങൾ ഉള്ള നിധിയും തന്നത്. അല്ലാഹുവിൻ്റെ വലിയൊരുത്തൻ ആകണം എന്നുള്ള വേണ്ടുക വന്നു പോയാൽ തൽക്ഷണം. ദിക്റിന്റെ ബാബവനാദ്യമായി തുറക്കപ്പെടും, ഖുർബിന്റെ ബാബും പിന്നെ ഫത്ഹാക്കപ്പെടും. സ്വബാഹ് വൈകിട്ടുള്ള ദിക്റുകളൊക്കെയും പതിവാക്കി വന്നു ഹദീസിലുള്ളതുപോലെയും. എന്നാൽ ഹബീബേ ദാകിരീങ്ങളിൽ നിന്നെ എണ്ണുന്നു എന്നിബിനു സ്വലാഹും തന്നെ. നാക്കിൻ്റെ ദിക്ർ സഹോദരാ ഹസനാതാ, ഖൽബിൻ്റെതോ ഖുർബാത്തുമാ ദറജാതാ. നാക്കിൻ്റെ ദിക്റിൽ നിത്യമായാൽ പിന്നെ ഖൽബിൽ അതിൻ്റെ ഫലം ഒലിച്ചതു തന്നെ. ഖൽബിൻ്റെ ദിക്റിന് നാക്കിനേക്കാൾ 70 ഫലമുള്ളതാണെന്ന് ഹദീസിൽ വന്നത്. ഇതുപോലെ ബീവി ആയിഷ പറയുന്നതാ, അത് ബൈഹഖീറിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. ദിക്റുണ്ട് അവയവത്തിനുമെന്നാ നിയമവും, ഇബാദത്തിൽ അത് മുഴുകി ഒഴിയുക ദോഷവും. അശ്രദ്ധരിൽ നീ ദാകിറായാലിന്ന് നീ പച്ചമരം പോലാണ് യാബിസിൽ നിന്ന്. അവനുള്ള മഖ്അദു തന്നെ ജീവിതകാലമിൽ കാട്ടുന്നതാറാ ബന്ന് വന്ന് ഹദീസതിൽ. കൂടാതെ കുറ്റിരുട്ടുള്ള രാവിലെ ലൈറ്റുമാ എന്നുള്ളതും നബി മുസ്തഫ തിരുവാക്യമാ. റബ്ബിൻ്റെ സൂഖിൽ ദിക്ർ ചെയ്താലിന്ന് രോമക്കണക്കിനു മുണ്ട് നൂറവനന്ന്. അതുമാത്രമല്ല ബഹായിമിൻ്റെ എണ്ണത്തിലും പൊറുക്കപ്പെടും എന്നുണ്ട് ഇൻസു കണക്കിലും. ഗുണം ചെയ്യണേ നബിക്കും സ്വഹാബത്താലിലും, അത് കാറുകൾ നടക്കുന്ന കാലം നാക്കിലും.